ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് പാല് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഇവിടെ ഞങ്ങൾ രാവിലെ തിളപ്പിച്ച പാൽ വൈകിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ സമയം പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പാട ഊറി വന്നിട്ടുണ്ടാവും. ഈ ഊറി വന്ന പാട ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ കളക്ട് ചെയ്ത് പാട ഫ്രീസറിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ. ഒരു മാസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചതാണിത്. നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം 2-3 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് ഈ പാട പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് തണുത്ത വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് വെണ്ണ മുകളിലോട്ട് പൊന്തി വരും. ഇങ്ങനെ കിട്ടിയ വെണ്ണ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിൽ വേണം ഇട്ട് വയ്ക്കാൻ. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ കയ്യിലുള്ള പാട കഴിയുന്നത് വരെ തുടരണം കേട്ടോ. ഇനി ഒരുപാട് അളവിൽ പാട മിക്സിയിലിട്ട് അടിക്കരുത്. അതുപോലെ തന്നെ മിക്സിയിൽ ഒഴിക്കുന്ന വെള്ളത്തിന് നല്ല തണുപ്പും വേണം. ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ വെണ്ണ 4-5 തവണ നല്ല വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കണം. നമ്മൾ അടിച്ചെടുത്ത് ഈ വെണ്ണ അടികെട്ടുള്ള ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണിത്. അത് കഴിഞ്ഞാൽ ബട്ടർ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. ചെറിയ പതോടുകൂടെ ഉണ്ടോ ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നത്. പിന്നെ അത് തിളച്ച് കളറൊക്കെ മാറിയിട്ട് ഒരു ഓയിലി നേച്ചറായി തുടങ്ങും. കൂടെ നെയ്യിൻ്റെ നല്ല സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വയ്ക്കുക. ചൂടാറി കഴിഞ്ഞാൽ അരിച്ചെടുത്തിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിനൊരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഈ കളറെല്ലാം ഈ കളറെല്ലാം മാറിയിട്ട് നല്ല നെയ്യുടെ കളറ് കിട്ടും. ഇങ്ങനെയാണ് നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. നെയ്യ് ചേർത്ത് തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും നെയ്യ് നല്ലതാണ്. നെയ്യിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻസ് മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായി ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.